നോക്കൂ, ഈ വലിയ പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ബാങ്ക് വായ്പകൾ അതെങ്ങനെ തിരിച്ചടയ്ക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ദുരന്തബാധിതർ. ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഒരു ദുരന്തമുഖം സന്ദർശിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി മൊത്തത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ദുരന്തമുഖത്തുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നിലവിൽ ഒരു വർഷം കഴിഞ്ഞു. ഈ ഒരു വർഷം കഴിഞ്ഞൊരു സാഹചര്യത്തിലും ഇപ്പോഴും ഒരു കോടതി കേസൊക്കെ ആയിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഒരു ആശങ്ക ഉള്ളത്. ഞങ്ങൾ 10-ാം തീയതിയായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ലാസ്റ്റ് 10-ാം തീയതി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഒരാരും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മറ്റൊരു മാർഗ്ഗമില്ല. കട എഴുതി തള്ളിയില്ല, ഞങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാനോ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് വേറെ ആർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരോട് മേടിച്ചൊന്നും കൊടുക്കാനോ നിവൃത്തിയില്ല. എല്ലാവരും ഇതേ അനുഭവം തന്നെയാണ്. അപ്പോൾ കട എഴുതി തള്ളിയില്ല, ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് നല്ല ഒരുപാട് ആൾ ആത്മഹത്യ വരെ ചെയ്യേണ്ട വക്കത്ത് എത്തി നിൽക്കുക. അപ്പോൾ ഇതും കൂടി തള്ളിയില്ലെങ്കിൽ ഇല്ല, ഒരു മാർഗവും ഇല്ല. എഴുതി തള്ളണം, എങ്ങനെയും കട എഴുതി തള്ളണം. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ജീവിക്കണം. എന്താ പറയുക, പറയാൻ ഇല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ ഈ കണ്ണീർ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.